തയ്യാറാക്കാൻ പോകുന്നൊരു സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പം ബർഫിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ സ്പൂണിന് 1 സ്പൂണ് നെയ്യ്, പിന്നെ കുറച്ച് ഏലക്ക, ഒരു 3 ഏലക്കായ പൊടി പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത്, പിന്നെ ആൽമണ്ട്, പിസ്ത, പഞ്ചസാര, അതുപോലെ തന്നെ ഈ ഒരു ബൗൾ പാല്, 5 സ്പൂണ് മിൽക്ക് പൗഡർ. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, പാൻ വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൂടി മിക്സ് ചെയ്യാം. ഇനി അത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചേർത്ത് യോജിപ്പിക്കാം. ഇവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് തുടങ്ങാം. ഇതായി കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റാക്കാൻ നോട്ടണം യോജിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും കൂടി ഇപ്പൊ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ റെഡിയായി വന്നിട്ട് ഇനി നമുക്കതൊരു ട്രൈയിലേക്ക് മാറ്റാം. ട്രൈയിലേക്ക് നമുക്ക് നമ്മൾ വെച്ചെടുക്കാം. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം വലിയ ട്രൈ ആണ്. അപ്പോൾ ഞാനൊരു സൈഡിൽ മാത്രം അത് നെയ്യ് പരത്തി ആ ട്രേയില് വെച്ചിട്ട് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ നമുക്ക് ശരിക്കും അതൊന്ന് പ്രസ് ചെയ്തിങ്ങനെ ആക്കി കൊടുത്തിട്ട്
അപ്പം നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റേ പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും 1.5 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനി നമുക്കത് ഇങ്ങനെ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബർഫി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.